ഒറ്റയ്ക്ക് നടക്കത്തില്ല പ്രാവ്, ഒരു കൂട്ടമായിട്ടാണ് വരുന്നത്. അതിൻ്റെ താഴ്മ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സാവധാനമുള്ള നടത്ത, ഹല്ലേലൂയ, അതിൻ്റെ ഒരുമയുള്ള, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് പറക്കും. അത് ഒരുമയുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്തുനിന്ന് പറക്കുന്ന സമയം സീസൺ വെളിപ്പെടുമ്പോൾ ഒരുമിച്ച് പറക്കും. നീ ഒറ്റപ്പെട്ട് ഏകനായി നടക്കരുത്, ഐക്യതയില്ലാത്ത സ്വഭാവം കാണിക്കരുത്. ഒരുമ വേണമെന്നുണ്ടെങ്കിൽ പരസ്പര റെസ്പെക്റ്റ് വേണം, ഐക്യത വേണം, ഒരേ അഭിപ്രായമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്രയും കൂട്ടമായിട്ട് വരെ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രാവിന് മറ്റൊരു പ്രാവിനോട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇറക്കാൻ പറ്റുമോ? അവരുടെ എല്ലാം മനസ്സ് ഒരു മനസ്സാണ്, ഒരേ ചിന്ത, അവരെല്ലാവർക്കും ഒറ്റ ആഗ്രഹം, ഒറ്റ ലക്ഷ്യം, ഈ നെല്ലിനെ എങ്ങനെയെങ്കിലും കൊത്തി തിന്നുകൊണ്ട് പോകണം. ഒന്നും ഇങ്ങനെ കൊത്തുമ്പോൾ വേറെ ആളും കൂടെ വന്ന് അതിൽ കൊത്തുകയാണെങ്കിൽ ഒരാളങ്ങ് വിട്ടുകൊടുക്കും. എന്തൊരു ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന മനോഹം. നീ ചെയ്യ്, ഹല്ലേലൂയ, നീ കഴിക്കുക, നീ എടുത്തോ, ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രശ്നങ്ങൾ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഭയങ്കര ഐക്യത, ഭയങ്കര നിഷ്കളങ്കത, ഒരു അതാ പ്രാർത്ഥിക്കുന്നവനെ ആ സ്വഭാവം ഉണ്ടാവും. വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവന് ഇത് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, പഠിപ്പിക്കേണ്ട കാര്യമില്ല, കൗൺസിൽ ചെയ്യേണ്ട കാര്യമില്ല, ഉപദേശിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന റൂമിനകത്തിരിക്കുന്നവന്, മുട്ടിന്മേലിരിക്കുന്നവന് ആരും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ആരും അവനെ ശാസിക്കേണ്ട കാര്യമില്ല. അവൻ വേദപുസ്തകം എടുത്ത് വായിച്ച് ധ്യാനിച്ച് അവൻ യേശുവിന്റെ സ്വഭാവമുള്ളവനായി മാറും. നിഷ്കളങ്കത അവനിൽ വെളിപ്പെടും.